പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ, മത്സ്യ വിപണി, എക്സ്പോർട്ട് അടക്കം അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20,000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. അയ്യോ, ഇതിന് മറുപടി ഉണ്ടല്ലോ, ഞാൻ കൊടുത്താൽ ശരിയാവില്ല. ചേച്ചി തന്നെ പറ നിന്റെ മറുപടി. ഇവിടെ ഉണ്ട്. അല്ല, മുസ്ലിങ്ങൾ എല്ലായിടത്തും സ്ഥലം മേടിച്ചു കൂട്ടുന്നു, പെരവെച്ച് കൂട്ടുന്നു. നിങ്ങൾക്ക് മേടിക്കാൻ പോയി ആരെങ്കിലും നിങ്ങളുടെ കൈ കയറി പിടിച്ചാ? എല്ലാരും ആദ്യം പണിക്ക് പറഞ്ഞു വിടും. വീട്ടിലിരിക്കുന്ന എല്ലാത്തിനും ഇവരെല്ലാം പണിക്ക് പോകുന്നവരാ. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ തന്നെ മുസ്ലിംസാ കൂടുതലും. അവർക്ക് ഒരു ഈഗോയും ഇല്ല. ഇതുപോലെ കുറെ മൂരാച്ചികള് അങ്ങേരും മതമാ പറയുന്നത്. എല്ലാം മുസ്ലിങ്ങൾ മേടിച്ചു കൂട്ടുന്നത്. അങ്ങനെയൊക്കെ പറയാൻ തന്നെ കൊള്ളത്തില്ല. പണിയെടുക്കുന്നവ മേടിക്കും, പണിയെടുക്കുന്നവരുടെ ജീവിക്കും. വേലെടുത്ത് കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. മടിച്ചിരുന്ന് കണ്ടവരുടെ കുറ്റം പറഞ്ഞിരിക്കുന്നവർക്ക് പണിക്കും പോകത്തില്ല. ആലസന്മാരുടെ നാടാണ്. ഹിന്ദുക്കൾ കൂടുതൽ അലസന്മാരാണ്. അല്ലെന്ന് പറയട്ടെ. കൂടുതൽ ആളെ പറ്റിച്ചും സ്ത്രീകളെ പണിക്ക് വിട്ടും ഒക്കെ ജീവിക്കുന്ന ഒരു വർഗ്ഗം ഹിന്ദുക്കളാണെന്ന് ഞാൻ പറയും. മതവും ജാതിയും പറയരുത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ കണ്ടെനിക്ക് കുളിര് കോരിയ അനുഭവമുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് എല്ലാവരും ഹിന്ദുവും എല്ലാം എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. മതമൊന്നും ഒരു ചുക്കുമല്ല, മനുഷ്യനാണ് നന്നാകേണ്ടത്. പക്ഷെ സഹോദരി പറഞ്ഞ എല്ലാ കാര്യത്തിനോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് നല്ല ഹിന്ദു സഹോദരങ്ങള് പണിയെടുത്ത് രക്ഷിതാക്കളെ നോക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് UAE-ൽ എന്റെ അനുഭവത്തിൽ ഒരുപാട് പേരെ എനിക്കറിയാം. ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഈ അസൂയും വൈരാഗ്യ ബുദ്ധിയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അത് ഇനിയിപ്പോ ഹിന്ദുസിന്റെ ഇടയിലായാലും മുസ്ലിംസിന്റെ ഇടയിലായാലും ക്രിസ്ത്യൻസിന്റെ ഇടയിലായാലും ഉണ്ട്. ഒരു പണിക്കും പോവില്ല, മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കുന്നതും അവർ മേടിച്ച് കൂട്ടുന്ന സാധനങ്ങളും കണ്ട് കുറ്റം പറഞ്ഞ് അസൂയപ്പെട്ടിരിക്കുക എന്നല്ലാതെ അവർ സ്വയമായിട്ടൊന്നും ചെയ്യില്ല. അവര് ഒരു കാലത്തും ഗുണപിടിക്കത്തൂല്ല. അപ്പൊ അത് ഒരു പൊതുവായ പ്രശ്നമാണ്, അതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറമ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടുന്നത് ഒരു മതത്തിന്റെ പേരിലിടുന്ന അത് ഇങ്ങനത്തെ കുറെ ടീമുകൾ, അത് വേറെ. ഒരു കാര്യം ചെയ്യ്, നന്നായി കാശുണ്ടാക്കിയിട്ട് പള്ളിയുടെ അടുത്ത് പോയി മേടിച്ചോ. എവിടെയും കേരളത്തിൽ എവിടെയും എല്ലാവർക്കും മേടിക്കുക. അത് ഇന്ന സ്ഥലമൊന്നുമില്ല. കാശുണ്ടെങ്കിൽ പോയി മേടിക്കുക. കാശ് ഉണ്ടാക്കാൻ നോക്കാദ്യം, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കുറ്റം പറഞ്ഞിരുന്നു കഴിഞ്ഞാലേ ഒരു കാലത്ത് നിങ്ങൾക്ക് സ്ഥലം എന്നല്ല ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല. നിങ്ങൾക്ക് വിദ്വേഷ ബുദ്ധിയും വിഷം ഒക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് എവിടെ വെച്ചാൽ പോയിട്ട് അമ്പലത്തിന്റെ അടുത്തോ പള്ളിയുടെ അടുത്തോ എവിടെ വെച്ചാൽ പോയിട്ട് സ്ഥലം മേടിക്കും, മറ്റുള്ളവരെ പച്ചറിച്ച് തിന്നാതെ. പിന്നെ ചേച്ചി പറയുന്നുണ്ട് മതമല്ല ആദ്യം നന്നാവേണ്ടത് മനുഷ്യനാണ്. ശരിയാണ്. നിസ്കാരം പോലും ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സ് ശുദ്ധിയായിരിക്കണം, നല്ലൊരു മനുഷ്യനായിരിക്കണം എന്നതാണ് ആദ്യത്തെ പടി. അത് ഏത് മതത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരുപാട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കലും ഹിന്ദുവിനെയോ ക്രിസ്ത്യൻസിനെയോ ഒരു മതത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല. ഇസ്ലാമിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അവരുടെ ചിന്താഗതി അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഫ്രീഡം നമുക്കുണ്ട്. അതിനെ ഞാൻ തീർച്ചയായും റെസ്പെക്ട് ചെയ്യുന്നു.